ഷമീർ, നമുക്ക് മമ്മൂക്കയുടെ ആ ഒരു ചരിത്രം പരിശോധിക്കുമ്പോൾ നമുക്ക് അതിൽ നിന്ന് ഒരു കൃത്യമായൊരു ഉത്തരം ലഭിക്കും. അതായത് ഏകദേശം 50-ൽ അധികം നവാഗതരായ സംവിധായകർക്ക് അവസരം നൽകിയിട്ടുള്ള ഒരു താരമാണ് മമ്മൂക്ക. അത്തരത്തിലുള്ളൊരു കോൺഫിഡൻസ് തന്നെയാണ് ഈ പടത്തിന് പിന്നിലും അദ്ദേഹം പുറത്തെടുത്തിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു പടത്തിൻ്റെ കഥ ആദ്യഘട്ടത്തിൽ കേൾക്കുമ്പോൾ ഉടൻ തന്നെ ഡിനോ ഡെന്നീസിനോട് ഇത്തരത്തിൽ സംസാരിക്കുന്നു. നിങ്ങൾ തന്നെ ഈ പടം സംവിധാനം ചെയ്തോളൂ, പടം ഹിറ്റാകും എന്ന ഒരു കോൺഫിഡൻസ് ഈ മമ്മൂക്ക തന്നെയാണ് നൽകുന്നത്. അതാണ് എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്. ഒറ്റയടിക്ക് തന്നെ, അതായത് ഏറ്റവും ആദ്യം തന്നെ ആ കഥ കേട്ട് അദ്ദേഹത്തിന് ഇഷ്ടപ്പെടുന്നു. ഡിനോ ഡെന്നീസിനോട് തന്നെ, കഥയും തിരക്കഥയും രചിച്ച ഡിനോ ഡെന്നീസിനോട് തന്നെ ആ പടം സംവിധാനം ചെയ്യാൻ വേണ്ടി കൂടി പറയുന്നു. ഇത്തരത്തിൽ ഈ നവാഗതനായ സംവിധായകന് ഇത് ഒരു പക്ഷേ വലിയ ഒരു എക്സ്പീരിയൻസ് കൂടിയാണ്. നമുക്കിപ്പോൾ ആരാധകർ പുറത്തിറങ്ങുന്നുണ്ട്. നമുക്ക് അവരുടെ അഭിപ്രായങ്ങളിലേക്ക് കടക്കാം എന്ന് തോന്നുന്നു. ആരാധകർ ഇപ്പോൾ തിയേറ്ററിൽ നിന്നും പുറത്തിറങ്ങുന്ന ഒരു സാഹചര്യമാണ്. എങ്ങനെയായിരുന്നു പടം? പടം ഒന്നും പറയാറായിട്ടില്ല, ആവറേജാണ്. നമുക്ക് കൂടുതൽ ആരാധകരുടെ പ്രതികരണങ്ങളിലേക്ക് പോകാം. പടത്തിന്റെ ഫസ്റ്റ് ഹാഫ് എങ്ങനെയുണ്ട്? കുഴപ്പമില്ല, നല്ല പടം, അടിപൊളി പടമാണ്. അതായത് മമ്മൂക്ക ഒരു കിടിലൻ റോളിലാണ് എത്തിയിരിക്കുന്നത്. ഒരു പ്രതീക്ഷിച്ച നിലവാരത്തിലേക്ക് ഉയർന്നിട്ടുണ്ട്. സ്റ്റൈലിഷ്. ഇപ്പോൾ സൂചിപ്പിച്ച പോലെ തന്നെ ആരാധകർ തൃപ്തരാണ്, ഫസ്റ്റ് ഹാഫ് തൃപ്തരാണ് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. അതായത് വലിയ പ്രതീക്ഷയോടെ എത്തിയ ആരാധകരുടെ ആ പ്രതീക്ഷ നിലനിർത്താൻ വേണ്ടി ഈ ഒരു പടത്തിൻ്റെ ഫസ്റ്റ് ഹാഫിന് സാധിച്ചിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കുവാൻ വേണ്ടി സാധിക്കും. നമുക്ക് കൂടുതൽ പ്രതികരണങ്ങളിലേക്ക് പോകാം. എങ്ങനെയുണ്ട് പടം? ഫസ്റ്റ് ഹാഫ് എങ്ങനെയുണ്ട്? അതായത് മമ്മൂക്ക ഒരു സ്റ്റൈലിഷ് റോളിൽ എത്തുന്നു. അപ്പോൾ വലിയ അത്യാവശ്യം നല്ല രീതിക്ക് വന്നിട്ടുണ്ട്. പ്രതീക്ഷയ്ക്ക് അപ്പുറമുള്ളൊരു സെക്കൻഡ് ഹാഫും കൂടി ആവണം. പുതിയ സംവിധായകനാണ്. അപ്പോൾ അത് ഒന്നും പറയില്ല, അടിപൊളിയാ, സെറ്റാണ്, വിചാരിക്കുന്നില്ല. അത്തരത്തിലുള്ള പ്രതികരണം തന്നെയാണ്. അതായത് മമ്മൂക്കയുടെ ആ ഒരു ക്യാരക്ടർ അത് ആരാധക പ്രതീക്ഷേൻ്റെ അപ്പുറമാണ്. ഒപ്പം തന്നെ നവാഗതനായ സംവിധായകനാണ്. പടം എങ്ങനെയുണ്ടായിരുന്നു? ഓക്കെ. അതായത് നവാഗതനായ സംവിധായകനാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ആ ഒരു സംവിധാന മികവ് അത് പ്രതീക്ഷിച്ചതിലും അപ്പുറത്തേക്ക് തന്നെയായിരുന്നു. ഒരു നവാഗതൻ എന്നതിന് അപ്പുറം അദ്ദേഹത്തിൻ്റെ ക്വാളിറ്റി ഈ ഒരു പടത്തിൽ കാണാൻ വേണ്ടി സാധിച്ചു എന്നാണ് ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞതോടുകൂടി ആരാധകരുടെ ഭാഗത്തു നിന്നുള്ള പ്രതികരണം. മികച്ച പ്രതികരണം തന്നെയാണ് ഈ സിനിമയുമായി ബന്ധപ്പെട്ട് വന്നിരിക്കുന്നത്. ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞിരിക്കുന്നു. മികച്ച ചിത്രമെന്ന സമ്മിശ്ര പ്രതികരണങ്ങൾ തന്നെയാണ്. പലർക്കും മികച്ച നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു, ചിലർക്ക് തീർച്ചയായും അമലിലേക്ക് തന്നെ അല്പസമയത്തിനകം തിരികെ എത്താം. മമ്മൂക്ക ചിത്രമായ ബസൂക്കയുടെ പ്രദർശനം ഇന്ന് ഏതാണ്ട് 350-ലധികം തിയേറ്ററുകളിലാണ് തുടങ്ങിയിരിക്കുന്നത്. പ്രശസ്ത തിരക്കഥാകൃത്തായിരുന്ന കലൂർ ഡെന്നീസിൻ്റെ മകൻ ഡിനോ ഡെന്നീസ് സംവിധാനം ചെയ്ത സിനിമയാണ്. മമ്മൂട്ടി വ്യത്യസ്തമായ ഒരു ലുക്കിലാണ് ഈ സിനിമയിൽ എത്തുന്നത്. ഗൗതം വാസുദേവ് മേനോൻ സംവിധായകനാണ്. അദ്ദേഹവും മികച്ച റോളിൽ ഈ സിനിമയിൽ അഭിനയിക്കുന്നു എന്നുള്ളതാണ്. അമലാണ് വിശദാംശങ്ങൾ നൽകിയത്.